ഏവർക്കും എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NIOS SSLC +2 റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്, കുറച്ച് വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറേ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് തരാനുള്ളത്. പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ഓപ്ഷൻസുകളുണ്ട്. ആ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻസുകളുണ്ട്, അതേപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെന്റിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല തവണകളായിട്ട് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷനും ഓരോ വിദ്യാർത്ഥികൾക്കുമുണ്ട്. പ്രധാനമായിട്ടും 2 ഓപ്ഷനാണ് ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ളത്. ഒന്ന്, പബ്ലിക് എക്സാമിനേഷന്റെ കൂടെ ഈ പോയ സബ്ജക്റ്റ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമാണ്, പരീക്ഷ ഫെയിൽഡായി കഴിഞ്ഞാൽ പിന്നെ അതേ സബ്ജക്റ്റിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1 ടൈം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ആ അസൈൻമെന്റ് മാത്രം മതി. നിങ്ങൾ തിയറി പരീക്ഷയിൽ മാത്രം 26 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് എഴുതുന്നതെങ്കിൽ 33 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ അസൈൻമെന്റ് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. പലവിധ കാരണങ്ങളാവാം നിങ്ങൾ ഫെയിൽഡ് ആയതിൻ്റെ കാരണം. ചിലപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, അതേപോലെ തന്നെ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. വർഷത്തിൽ നിങ്ങൾക്കറിയാം 2 തവണയാണ് NIOSന്റെ പരീക്ഷ നടക്കുന്നത്. ഒന്ന് ഏപ്രിൽ മാസത്തിലും അതേപോലെ തന്നെ ഒന്ന് ഒക്ടോബർ മാസത്തിലും. അപ്പോൾ പബ്ലിക് എക്സാമിനേഷന്റെ കൂടെ പരീക്ഷയും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിക് എക്സാമിനേഷന്റെ ഫീസ് അടക്കുന്നതിന്റെ കൂടെ അതല്ലെങ്കിൽ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ ഫീസ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിഷയങ്ങളാണോ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ളത്, ആ ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കനുസരിച്ച് എത്രയാണോ ഗവൺമെന്റിലേക്ക് ഫീസ് അടക്കേണ്ടത്, ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ ഈ പരീക്ഷയും എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലാണ് പരീക്ഷ വരുന്നത്, അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് പരീക്ഷ വരുന്നത്. വർഷത്തിൽ 2 തവണ പരീക്ഷ വരുന്നുണ്ട്. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആവുമ്പോൾ ഈ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്ന മാസങ്ങളിൽ ആ പരീക്ഷ നടക്കില്ല, ഓൺ ഡിമാൻഡ് എക്സാം നടക്കില്ല. അല്ലാത്ത മാസങ്ങളിൽ ഈ ഓൺ ഡിമാൻഡ് പരീക്ഷ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ജൂൺ ജൂലൈ മാസങ്ങൾ, അതേപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാൻ കഴിയുമെങ്കിൽ ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാം. പക്ഷേ ഓൺ ഡിമാൻഡ് പരീക്ഷയ്ക്ക് ഉള്ള കുറച്ച് ന്യൂനതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിയറി മാർക്കിൽ 33 മാർക്ക് സ്കോർ ചെയ്യണം. അതേപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലൊന്നും അതിൻ്റെ സ്റ്റഡി സെൻറ്ററുകളില്ല, അല്ലെങ്കിൽ പരീക്ഷാ കേന്ദ്രങ്ങളില്ല. അതിൻ്റെ പരീക്ഷ എഴുതാൻ റീജിയണൽ സെൻറ്ററിൽ പോയിട്ടാണ് അതിൻ്റെ പരീക്ഷ എഴുതേണ്ടത്. അതല്ലെങ്കിൽ റീജിയണൽ സെൻറ്റർ പറയുന്ന ഏതെങ്കിലും പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും അതിന് അലോട്ട് ചെയ്ത് തരാം. ഏറ്റവും അടുത്തുള്ള സെൻറ്ററുകളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിൽ 33 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് അതിൽ പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ ആണ് എഴുതുന്നതെങ്കിൽ അതിൽ 26 മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി. ആ 26 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ പാസ്സാകാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. കുറച്ച് സമയമാണ് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ പഠിക്കാനുള്ള പ്രിപ്പറേഷനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഷോർട്ട് ടേം പീരീഡിൽ ഇത്രയും കൂടുതൽ പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേക്കാൾ ഏറ്റവും ബെറ്റർ ആവുക പബ്ലിക് എക്സാമിനേഷൻ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ സമയം കിട്ടും, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. കാരണം 2, 3, 4 മാസം കഴിഞ്ഞാലാണ് പരീക്ഷ വരുന്നത്. ഏപ്രിൽ എക്സാമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പരീക്ഷയ്ക്ക് സമയം കിട്ടും. അല്ലെങ്കിൽ ഒക്ടോബർ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയം നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, NIOSന്റെ ഈ പരീക്ഷ കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷ ആയതുകൊണ്ട് ഓരോ സബ്ജക്റ്റുകളും നമ്മൾ കൃത്യമായിട്ട് ഗൗരവത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പാസ്സാവാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് എക്സാം അല്ല, ഇത് ഗവൺമെൻറ് പരീക്ഷയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കൽ നിർബന്ധമാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണോ പോയത് ആ വിഷയങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തോൽവി ആവർത്തിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഏത് സബ്ജക്റ്റുകളാണോ നിങ്ങൾ ഫെയിൽഡായി അത് നല്ല രീതിയിൽ
പഠിക്കുക എന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാം എഴുതാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പബ്ലിക് എക്സാമിനേഷൻ ആകുമ്പോൾ നമുക്ക് ഓരോ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് സെൻറ്റേഴ്സ് ആണ് ഉണ്ടാവുക, ലിമിറ്റഡ് സീറ്റുകളാണ് ഉണ്ടാവുക. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ സമീപിക്കാവുന്നതാണ്. കാരണം കേരളത്തിൽ 30-ൽ പരം സ്ഥാപനങ്ങൾ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനുണ്ട്. എല്ലാ ഭാഗത്തും നമുക്ക് ട്യൂഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴിയുള്ള ട്യൂഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ ട്യൂഷൻ ആവശ്യമായിട്ടുള്ളത് ആ വിഷയങ്ങൾക്കുള്ള ട്യൂഷൻ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണോ ട്യൂഷൻ ആവശ്യമായിട്ടുള്ളത് അതിനൊക്കെ ട്യൂഷൻ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. തോറ്റു എന്ന് വിചാരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, മാക്സിമം ആ ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യുക. കാരണം തോൽവി നമുക്കറിയാം, ജീവിതത്തിൽ തോൽവി സംഭവിക്കാനുള്ള ഓരോ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ തോറ്റു പോവുക തന്നെ ചെയ്യും. പക്ഷെ ആ തോൽവിയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ഓപ്ഷൻസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പാസ്സാവുന്നതാണ്. അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനും സാധിക്കുന്നതാണ്. തോൽവിയെ നിങ്ങൾ ഭയപ്പെടേണ്ട, പോയ വിഷയങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ട് പരീക്ഷ നിങ്ങൾ പോയിട്ട് എഴുതുക. നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഗവൺമെൻറ് പരീക്ഷ ആയതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് NIOS പാസ്സാവുകയുള്ളൂ. അപ്പോൾ കൃത്യമായും നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കുക, അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക, നന്നായിട്ട് പഠിച്ച് തന്നെ പരീക്ഷ എഴുതുക. ഇപ്രാവശ്യം ഇനി എഴുതാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടെ പരീക്ഷ പോയി എഴുതുക. ടെൻഷൻ ആവണ്ട, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഇപ്രാവശ്യം നിങ്ങൾ പാസ്സായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. എജുവൽ എഡ്യൂക്കേഷൻ സെന്റർ.